ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ദി ലാസ്റ്റ് ഗോസ്പൽ ചാനലിൻ്റെ ഒരു പുതിയ പരമ്പരയായ വചനമാരിയിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. COVID-19 ഭൂലോകത്തെ അക്ഷരാർത്ഥത്തിൽ തകർത്തെറിഞ്ഞ ഒരു മഹാമാരിയാണ്. ഈ തലമുറയിൽ ജീവിക്കുന്ന ആർക്കും മുന്നറിവോ അനുഭവമോ ഇല്ലാത്ത ഭീകരമായ ഒരു അവസ്ഥ. വിശ്വാസികളും അവിശ്വാസികളും അന്യോന്യം പഴിക്കുന്ന ഒരു ദുരവസ്ഥ. വാസ്തവത്തിൽ ഈ അനുഭവം നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. വിശ്വാസം എന്ന് പറയുമ്പോൾ വിശ്വാസികൾ എന്ന് പറയുന്ന എല്ലാ ആളുകളും ഒരേപോലെ ആ പേരിന് അർഹരാണോ എന്നത് സംശയമുണർത്തുന്ന ഒരു ചോദ്യമാണ്. കാരണം വേദപുസ്തകം തന്നെ എല്ലാവരുടെയും വിശ്വാസം ഒരുപോലെ അല്ല എന്ന് പറയുന്നുണ്ട്. വിശ്വാസവീരരായ ഒരുപാട് പേരെ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. അബ്രഹാം തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. പുതിയ നിയമത്തിലാണെങ്കിൽ യേശു കർത്താവ് പല വിജാതീയരെയും പറ്റി അവരുടെ വിശ്വാസം വലിയത് എന്ന് പ്രകീർത്തിക്കുന്നതായി നാം കാണുന്നുണ്ട്. എന്നാൽ അതേസമയം തൻ്റെ സ്വന്തം ശിഷ്യന്മാരെ പോലും പലപ്പോഴും അല്പവിശ്വാസികൾ എന്ന് വിളിക്കുന്നുമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇന്ന് ലോകം കടന്നു പോകുന്ന പ്രത്യേക ജീവിത പരിതസ്ഥിതിയിൽ വിശ്വാസം എന്താണ് എന്ന് ധ്യാനിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ധ്യാനത്തിന് ആധാരമായി ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും വരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ച് തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. അത്തിയില കുട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം വളരെ പ്രസക്തമായൊരു വാക്യമാണ്. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. നീ എവിടെ എന്നത് വേദപുസ്തകത്തിലെ ആദ്യത്തെ ചോദ്യമാണ്. പിന്നീട് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ വളരെ പ്രസക്തമായ 2 ചോദ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നിൻ്റെ സഹോദരൻ എവിടെ? നിൻ്റെ ഭാര്യ എവിടെ? ഈ 3 ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യമാണ് നീ എവിടെ എന്നത്. വാക്യം 10, തോട്ടത്തിൽ നിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാൻ ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. എന്നും
ദൈവത്തോടൊപ്പം ഏദൻ പറുദീസയിൽ സായാഹ്ന സവാരി നടത്തിയിരുന്ന ദമ്പതികളാണ് ആദമും ഹവ്വയും. വേദപുസ്തകം മനോഹരമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ചിത്രമാണത്. എന്നും സായാഹ്നത്തിൽ വെയിലാറുമ്പോൾ ദൈവം തോട്ടത്തിൽ വരികയും മനുഷ്യൻ്റെ വാസസ്ഥലമായ ഈ തോട്ടത്തിൽ ഈ മനുഷ്യരോടൊത്ത് ദൈവം സായാഹ്ന സവാരി നടത്തുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഒരു പ്രത്യേക ദിവസം ദൈവം വരുമ്പോൾ അവരെ കാണുന്നില്ല. ഇന്ന് അവർക്ക് എന്ത് സംഭവിച്ചു? സിമ്പിളാണ് ഉത്തരം. അവർ ദൈവത്തെ അവിശ്വസിച്ച് അരുതാത്തത് ചെയ്തു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്. അവർക്ക് അവരുടെ സൃഷ്ടിതാവായ, അവരുടെ പരിപാലകനായ ദൈവത്തോടുള്ള ബന്ധത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതാണ് പ്രസക്തമായ വിഷയം. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ സാധാരണയായി പറയാറുണ്ട്, അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തെ ആസ്പദമാക്കി വിശ്വാസം എന്നത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഫെയ്ത്ത് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. അതായത് വിശ്വാസം മനുഷ്യൻ്റെ എന്തെങ്കിലും മേന്മ കൊണ്ട് അവൻ നേടിയെടുക്കുന്നതല്ല, ദൈവത്തിൻ്റെ ദാനം അത്രേ ആകുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. 9-ാം വാക്യത്തിൽ പൗലോസ് ഒന്നുകൂടെ പറയുകയാണ്, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ഞാൻ ഷിക്കാഗോയിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ വളരെ താല്പര്യത്തോടെ മിക്കവാറും സന്ദർശിക്കുന്ന ഒരു ദേവാലയമായിരുന്നു D.L. മൂഡി ചർച്ച്. മൂഡി ചർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന ഷിക്കാഗോയിലെ ഡൗൺ ടൗണിലുള്ള ദേവാലയം. മനോഹരമായ ഒരു ദേവാലയവും മനോഹരമായ ആരാധനകളും നടക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ കുടുംബമായി പല പ്രാവശ്യം അവിടെ ആരാധനകളിൽ സംബന്ധിച്ചിട്ടുണ്ട്. ഒരു ദിവസം അവിടെ ചെന്നപ്പോൾ അവിടെ ലഭിച്ച ഒരു ബുക്ക്ലെറ്റിൽ D.L. മൂഡി ഈ ഒരു വാചകം പറഞ്ഞിരിക്കുന്നത് എനിക്ക് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി. അദ്ദേഹം ആ പുസ്തകത്തിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പീപ്പിൾ സേ ഫെയ്ത്ത് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. യെസ്, ഇറ്റ് ഈസ്. സോ ഈസ് വാട്ടർ, ബട്ട് യു ഹാവ് ടു ഡ്രിങ്ക് ഇറ്റ്. സോ ഈസ് എയർ, ബട്ട് യു ഹാവ് ടു ബ്രീത്ത് ഇറ്റ്. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു വിഷയമാണ്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ഓഫ് കോഴ്സ് വെള്ളം അതേപോലെ തന്നെയാണ്. പക്ഷെ നമ്മളത് കുടിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. വായു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. പക്ഷെ നമ്മളത് ശ്വസിച്ചാൽ മാത്രമേ നമ്മുടെ ജീവൻ നിലനിൽക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താണ് വിശ്വാസം? നാം പരമ്പരാഗതമായി മനസ്സിലാക്കി വച്ചിരിക്കുന്ന ഒരു വാചകമുണ്ടല്ലോ, എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം. ഇതറിയാൻ വയ്യാത്തവരായ ക്രിസ്ത്യാനികൾ ആരും കാണുകയില്ല. വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഇതൊരു മനോഹരമായ വാചകമാണ് അല്ലേ? ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. അപ്പോൾ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഈ വാചകം നമുക്കെല്ലാം കാണാതറിയാം എന്നല്ലാതെ ശരിക്കും നമ്മളിതിൻ്റെ അർത്ഥം ഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ഈ നാളുകളിൽ ആത്മശോധന ചെയ്യേണ്ടതാണ്. It is the confident assurance that what we hope for is going to happen. It is the evidence of things we cannot yet see. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചതിൽ വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ വായിച്ച മനോഹരമായ ഒരു ഡെഫിനിഷൻ ഇന്ന് നമ്മുടെ ധ്യാനത്തിന് ആധാരമായി ഉപയോഗിച്ചുകൊണ്ട് എന്താണ് വിശ്വാസം എന്ന് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചതിലെ അതിമനോഹരമായ ഒരു വിശദീകരണമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു വാചകമാണ്. ആ വാചകം ഇങ്ങനെയാണ്: ഫെയ്ത്ത് ഈസ് ദി ടോട്ടൽ ലീനിങ് ഓഫ് ദ ഹ്യൂമൻ പേഴ്സണാലിറ്റി ഓൺ ഗോഡ്
in total confidence in His perfect wisdom, total confidence in His perfect love, and total confidence in His perfect power. ദൈവിക ജ്ഞാനത്തിലും ദൈവിക സ്നേഹത്തിലും ദൈവിക ശക്തിയിലുമുള്ള ദൃഢനിശ്ചയത്തോടെ ഒരുവൻ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന, വിശ്വാസത്തെക്കുറിച്ച് സംശയമുയരുന്ന ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ വിശ്വാസം എന്താണ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്ന അതിപ്രധാനമായ ചില വിഷയങ്ങളാണ് ഇന്ന് ഈ ഒരു വാചകത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു ഡെഫിനിഷൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1, ഫെയ്ത്ത് ഈസ് ദി ടോട്ടൽ കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് വിസ്ഡം. വിശ്വാസം ദൈവിക ജ്ഞാനത്തിലുള്ള ദൃഢനിശ്ചയമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15, 16, 17 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും ദൈവം തമ്പുരാൻ്റെ നിയോഗമനുസരിച്ച് ജീവിതം ആരംഭിച്ച ചരിത്രമാണ് പറയുന്നത്. ദൈവം അവരെ അവിടെ ആക്കുമ്പോൾ അവരോട് പറയുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. അവിടെ ഒരു നിയോഗമുണ്ട്. ദർ ഇസ് എ വൊക്കേഷൻ. അവരോട് പറയുന്നു, യു ഹാവ് ടു ടിൽ ആൻഡ് കീപ്പ് ദ ഗാർഡൻ. 15-ാമത്തെ വാക്യം, നിങ്ങൾ ഈ തോട്ടത്തിൽ വേല ചെയ്യുക, ഇതിനെ കാക്കുക. ദാറ്റ് വാസ് എ ഡിവൈൻ വൊക്കേഷൻ that God has given to the humanity. You have to till and keep the garden. Also there we can see a permission, ഒരു അനുവാദം കാണാം. അതിങ്ങനെയാണ് 16-ാമത്തെ വാക്യം, സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം. യു മേ ഫ്രീലി ഈറ്റ് എനി ഫ്രൂട്ട് ഇൻ ദി ഗാർഡൻ. സോ ദർ ഈസ് എ വൊക്കേഷൻ, there is a permission. At the same time, there is a prohibition as well. ഒരു വിലക്കും അവിടെയുണ്ട്. എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. But of the tree of the knowledge of good and evil you shall not eat. If you eat of its fruit, you will surely die. 17-ാമത്തെ വാക്യം. ഈ വിലക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രസക്തമായ ഒരു ചിന്തയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. There are certain do not cross areas in our lives. ദൈവം മനുഷ്യനോട് പറയുകയാണ്, നീ കടക്കരുതാത്ത ചില അതിരുകളുണ്ട് നിൻ്റെ ജീവിതത്തിൽ. നമുക്ക് ഏദൻ തോട്ടത്തിലേക്ക് ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16, 17 വാക്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ കണ്ടതനുസരിച്ച് ദൈവം പറയുന്നു, ഈ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗം 3-ാം അധ്യായം അതിലെ 4-5 വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പിശാച് പറയാണ്, മരിക്കയില്ല നിശ്ചയം. മാത്രമല്ല, ഇത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. There is a tension between God's wisdom versus Satan's wisdom. ദൈവത്തിൻ്റെ ജ്ഞാനവും സാത്താൻ്റെ ജ്ഞാനവും തമ്മിലുള്ള വലിയൊരു മത്സരമാണ്. ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്തത് കിട്ടും എന്ന് പറയുന്നത് സാത്താനാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം പറയുന്നു, ആ വൃക്ഷഫലം നല്ലതും ഭംഗിയുള്ളതും കാമ്യവും എന്ന് സ്ത്രീ കണ്ടു, പറിച്ചു, തിന്നു, തൻ്റെ ഭർത്താവിനും കൊടുത്തു. അതായത് അവൾ ദൈവത്തെക്കാൾ സാത്താനെ വിശ്വസിച്ചു എന്നർത്ഥം. ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കാൾ സാത്താൻ്റെ ജ്ഞാനത്തിന് അവൾ വില കൊടുത്തു എന്നതാണ് അവിടുത്തെ പ്രശ്നം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഫെയ്ത്ത് ഈസ് എ ടോട്ടൽ കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് വിസ്ഡം. ദൈവത്തിൻ്റെ ജ്ഞാനത്തിലുള്ള അടിയുറച്ച അചഞ്ചലമായ ഉറപ്പിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. സാത്താൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന പ്രലോഭനങ്ങൾ, ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ, ലൗകികതയുടെ പ്രലോഭനങ്ങൾ പലപ്പോഴും സാത്താൻ്റെ ജ്ഞാനമാണ്.
അവിടെ ദൈവിക ജ്ഞാനം കൊണ്ട് അതിനെ മറികടക്കുകയാണ് ഒരു വിശ്വാസിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം, 1 John chapter 2 verse 16, ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല. വളരെ വ്യക്തമായി യോഹന്നാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹൗവ അവളുടെ ബുദ്ധി വച്ചും സാത്താൻ അവൾക്ക് പകർന്നു നൽകിയ ബുദ്ധി വച്ചും കാര്യങ്ങൾ തീരുമാനിക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവിക ജ്ഞാനത്തെ നിരസിക്കുകയായിരുന്നു. നമ്മുടെ ബുദ്ധിയാണ്, അല്ലെങ്കിൽ ബുദ്ധിയുണ്ട് എന്ന തോന്നലാണ് പലപ്പോഴും വിശ്വാസത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്ന് ഞാൻ പറയും. ഹൗവ ദൈവിക ജ്ഞാനത്തിന് വില കൽപ്പിച്ചില്ല. ഫലം അവൾക്ക് പറുദീസ നഷ്ടപ്പെട്ടു. വലിയത് സ്വപ്നം കണ്ടു, ഉണ്ടായിരുന്നത് കൂടെ നഷ്ടപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ബാബേൽ ഗോപുരം, ടവർ ഓഫ് ബാബൽ. ബാബേൽ ഗോപുരത്തെക്കുറിച്ച് പറയാവുന്ന മനോഹരമായ ഒരു വിശദീകരണം എന്ന് പറയുന്നത് സിംബൽ ഓഫ് ഹ്യൂമൻ പ്രൈഡ്, മനുഷ്യ അഹങ്കാരത്തിൻ്റെ അടയാളമാണ് ബാബേൽ ഗോപുരം. നമ്മളത് വായിച്ചു നോക്കുമ്പോൾ ദൈവിക ജ്ഞാനത്തെ മറികടന്ന് സ്വന്തമായി പേരുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ കാണുന്നത്. എന്താ ഫലം? ചിതറിച്ചു കളഞ്ഞു. യോന നമുക്കറിയാവുന്ന ഒരു ദൈവദാസനാണ്. യോന പ്രവാചകനോട് ദൈവനമ്പുരാൻ ഒരു നിയോഗം കൊടുക്കുന്നുണ്ട്. നീ നിനവയിലേക്ക് പോയി അവരോട് മാനസാന്തര പ്രസംഗം നടത്തണം. യോനയുടെ പുസ്തകം 1-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ ഇത് പറയുന്നുണ്ട്. നിനവയിലേക്ക് പോകാൻ ദൈവം യോനയോട് പറഞ്ഞു. പക്ഷെ യോനയുടെ സ്വന്തം ബുദ്ധി അവനോട് പറഞ്ഞു തർശീശിന് പോകാൻ. ഫലം നമുക്കറിയാമല്ലോ. സ്വന്തം ബുദ്ധി നാശം വരുത്തി വെച്ചു. അവന് മാത്രമല്ല, അവനോട് ഇടപഴകിയ സകലരുടെയും ജീവിതത്തിന് പ്രതിസന്ധിയായി തീർന്നു. ഒരു ദൈവ പൈതലിൻ്റെ വിശ്വാസത്യാഗം ആ വ്യക്തിയെ മാത്രമല്ല, അവരോട് ബന്ധപ്പെട്ടവരുടെ കൂടെ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാണ് എന്ന വലിയ യാഥാർത്ഥ്യം നമ്മളിവിടെ ഓർക്കേണ്ടതാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ അവസാന വാചകങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്ന പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ സ്വന്തം വിവേകത്തിൽ ഊന്നി യേശു കർത്താവ് പറഞ്ഞതിന് വിപരീതമായി അവൻ്റെ അവസാനം കാണാൻ മഹാപുരോഹിതന്മാരുടെ അരമനയുടെ മുറ്റത്ത് പ്രവേശിച്ചിരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എത്തിപ്പറ്റാൻ പാടില്ലാത്ത വളരെ ഹീനമായ സാഹചര്യങ്ങളിലേക്ക് അവൻ എത്തിപ്പറ്റുകയാണ്. അവൻ ബുദ്ധിമാനാണ് എന്ന തോന്നൽ, ദൈവിക ജ്ഞാനത്തേക്കാൾ സ്വന്തം ബുദ്ധിക്ക് വില കൊടുത്തതാണ് പത്രോസിൻ്റെ പരാജയത്തിന് കാരണം. 3 പ്രാവശ്യം വെറും കേവല വേലക്കാരുടെ മുമ്പിലൊക്കെ യേശുവിനെക്കുറിച്ച് അവൻ തിരസ്കരിച്ച് പറയേണ്ടി വന്ന അതിദാരുണമായ സംഭവം നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. Faith is a total confidence in God's wisdom. വിശ്വാസം എന്നാൽ ദൈവിക ജ്ഞാനത്തിലുള്ള ദൃഢനിശ്ചയമാണ്. ഞാൻ സാധാരണയായി പറയാറുണ്ട്, ഇൻ്റലിജൻസ് ഈസ് എ ഗുഡ് സെർവൻറ്റ് ബട്ട് എ ബാഡ് മാസ്റ്റർ. ഈ ബുദ്ധി എന്ന് പറയുന്നത്, വിവേകം എന്ന് പറയുന്നത് നല്ലൊരു സേവകനാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ആളാണ്. പക്ഷേ അത് നമ്മുടെ മാസ്റ്റർ ആകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും വിശ്വാസത്യാഗം സംഭവിക്കുന്നത്. നമ്മൾ വേദപുസ്തകം പരിശോധിച്ച് നോക്കുമ്പോൾ മനുഷ്യബുദ്ധിക്ക് നിരക്കുന്നതല്ല എങ്കിലും ആരൊക്കെ ദൈവിക ജ്ഞാനത്തെ അനുസരിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കാം. നോഹ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ ഭൂമിയിലെ ആദ്യത്തെ കപ്പൽ നിർമ്മാണത്തിൻ്റെ ആർക്കിടെക്ചറൽ ഡീറ്റെയിൽസാണ്. എങ്ങനെയാണ് നോഹ ആ പെട്ടകം ഉണ്ടാക്കിയത് എന്ന് അവിടെ വിവരിക്കുകയാണ്. 22-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു.
ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ഈ വാചകത്തിൻ്റെ അന്തസത്ത നമുക്ക് മനസ്സിലാകുന്നത്. അതായത് അന്ന് വരെ ഭൂമിയിൽ ആരും മഴ എന്ന പ്രതിഭാസം കണ്ടിട്ടേയില്ല. മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് വീണ് ഭൂമിയെ നനയ്ക്കുന്ന ഒരു പ്രതിഭാസം ആരും കണ്ടിട്ടില്ല. പകരം ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങും, നിലത്തെ നനച്ചു വന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആരും ജീവിതത്തിൽ ഒരിക്കലും, നോഹ ഉൾപ്പെടെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിഭാസം ഉണ്ടാകാൻ പോകുന്നുവെന്നും, ആകാശത്ത് നിന്ന് വെള്ളം താഴേക്ക് വരാൻ പോകുന്നുവെന്നും, ഭൂമിയിൽ വെള്ളപ്പൊക്കമുണ്ടാകാൻ പോകുന്നുവെന്നും, രക്ഷപ്പെടണമെങ്കിൽ ഈ പേടകത്തിൽ പ്രവേശിക്കണം എന്നും ആളുകളോട് പറയാൻ ദൈവം തമ്പുരാൻ നോഹയെ നിയോഗിക്കുകയാണ്. ഭൂമിയിൽ ആരും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഈ പ്രതിഭാസത്തെക്കുറിച്ച് നോഹ ജനത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനെ എല്ലാവരും മഠയൻ എന്ന് പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒറ്റ മനുഷ്യൻ പോലും അവൻ്റെ വാക്കിന് ചെവി കൊടുത്തില്ല. ഫലമോ, ബാക്കി സകല മനുഷ്യരും ജീവജാലങ്ങളും വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയപ്പോൾ നോഹയും കുടുംബവും രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, വിശ്വാസമെന്നത് ദൈവിക ജ്ഞാനത്തിലുള്ള ദൃഢനിശ്ചയമാണ്. അത് മനുഷ്യബുദ്ധിക്ക് നിരക്കാത്തതാണെങ്കിൽ പോലും. ഇനി അബ്രാമിനെ നോക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിലാണല്ലോ അബ്രാമിൻ്റെ ദൈവവിളി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു തരത്തിലും സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു വിളിയാണ്. നീ നിന്റെ ദേശത്തെയും നിന്റെ പിതൃഭവനത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. എന്ത് ഭയങ്കരമായ ഒരു വിളിയാണ്! അവന് ഭൂമിയിൽ അന്ന് വരെ നൽകിയിരുന്ന അവൻ്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും, അവന് സ്വന്തമായി ഒരു അഡ്രസ്സ് നൽകിയിരുന്ന എല്ലാറ്റിനെയും, അവന് സുരക്ഷിതത്വം നൽകുന്നു എന്ന് തോന്നിയിരുന്ന എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് ഇനിയും കാണിപ്പാനിരിക്കുന്ന ഒരു ദേശത്തേക്ക് പോകാൻ ദൈവം അബ്രാമിനെ വിളിക്കുകയാണ്. എന്നാൽ 12-ാം അധ്യായം 4-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്: യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു എന്നാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസികളുടെ പിതാവ് എന്ന് നമ്മൾ അബ്രഹാമിനെ വിളിക്കുകയും അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന പരീശന്മാരെ പോലെ നമ്മൾ അഹങ്കരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ അബ്രഹാം ജീവിതത്തിൽ കാണിച്ച ഈ വലിയ വിശ്വാസ വെല്ലുവിളി, അതിൻ്റെ ആ വലിയ അർത്ഥതലങ്ങൾ നാം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്ന് ഇക്കാലം നമ്മെ വെല്ലുവിളിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിചാരം. പുതിയ നിയമത്തിലേക്ക് വരാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ ആദ്യ അത്ഭുത പ്രവൃത്തി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യയുക്തിക്ക് ഒരിക്കലും നിരക്കാത്ത ഒരു നിർദ്ദേശം യേശു അവിടെ ജോലിക്കാരുടെ മുമ്പിൽ വയ്ക്കുകയാണ്. നമുക്കറിയാമല്ലോ സംഭവം. വിവാഹത്തിൻ്റെ മധ്യത്തിൽ, അല്ലെങ്കിൽ വിവാഹ വിരുന്നിൻ്റെ മധ്യത്തിൽ അവിടുത്തെ പ്രധാന ഇനമായിരുന്ന വീഞ്ഞ് തീരുകയാണ്. എന്തൊരു അങ്കലാപ്പാണ് ആ വീട്ടിൽ, എന്തൊരു പ്രതിസന്ധിയാണ് ആ വീട്ടിൽ, എന്തൊരു നാണക്കേടാണ് ആ വീട്ടിൽ. സംഭവം വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. യേശു അവിടെ വന്ന് അവിടെ നിന്നിരുന്ന ജോലിക്കാരോട് പറയുന്ന നിർദ്ദേശം ഭയങ്കരമാണ്. അവിടെ ഇരുന്ന കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറയുകയാണ്. ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ, വീഞ്ഞ് തീർന്നു പോർന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിൽ എവിടെയെങ്കിലും ഓടിപ്പോയി ഉള്ളിടത്ത് നിന്ന് ഇത് ശേഖരിച്ചു കൊണ്ടുവരുവാനുള്ള ക്രമീകരണം ചെയ്യുന്നതിന് പകരം ആ മനുഷ്യൻ്റെ വെപ്രാളത്തിൻ്റെ നടുവിൽ യേശു അവരോട് പറയുകയാണ്, ഈ പാത്രത്തിൽ വെള്ളം കോരി നിറയ്ക്കാൻ. എന്തൊരു കാര്യമാണ്! നമ്മളത് വായിച്ചു നോക്കണം. അവർ വക്കോളവും നിറച്ചു എന്നാണ്. അത് ഫിൽഡ് അപ് ടു ദ ബ്രിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ഒന്നും ചേർക്കാൻ ഇനി ഇടയില്ലാത്ത വിധം കൽപ്പാത്രങ്ങൾ നിറയെ അവർ വെള്ളം നിറച്ചു. അടുത്ത വാചകമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് പറഞ്ഞു. ഭയങ്കരമായ പ്രയോഗമാണ്. വെള്ളം കോരി വെക്കുക എന്ന് പറഞ്ഞാൽ ഓക്കെ,
എന്തിനാണ് വെള്ളം കോരിയതെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. പാത്രം നിറയ്ക്കാൻ പറഞ്ഞു, ഫൈൻ, പാത്രം നിറച്ചു. പക്ഷേ ഇപ്പോൾ പറഞ്ഞത് ഭയങ്കരമാണ്. നിങ്ങളിത് കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ. ഞാൻ എപ്പോഴും പറയുന്നൊരു വിഷയമുണ്ട്. ലോകത്തിൽ നടന്ന യേശുവിൻ്റെ ഈ ആദ്യ അത്ഭുത പ്രവൃത്തിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അത്ഭുതം നടന്നത് ഈ ജോലിക്കാരുടെ മനസ്സിലാണ്. കാരണം വീഞ്ഞു പോരാതെ പരിഭ്രാന്തരായി ആ ഒരു വീട്ടുകാർ മുഴുവൻ, പ്രത്യേകിച്ച് വിരുന്നുവാഴി എന്ന് പറയുന്ന അതിൻ്റെ മെയിൻ ആള് സങ്കടത്തോടെ നിൽക്കുമ്പോൾ പച്ചവെള്ളം കോരി അവൻ്റെ മുമ്പിൽ കൊണ്ട് കൊടുക്കാൻ കാണിക്കുന്ന ധൈര്യമുണ്ടല്ലോ, അതിനെയാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അവിടെയാണ് അത്ഭുതം നടന്നത്. അവിടെയാണ് വെള്ളം വീഞ്ഞാവുന്നത്. അതായത് ദൈവം തമ്പുരാൻ പറഞ്ഞത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് നിരക്കാത്തതാണെങ്കിലും അക്ഷരം പ്രതി അനുസരിക്കാനുള്ള തൻ്റെ ഇടം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഫെയ്ത്ത്. കാനാവിലെ കല്യാണത്തിൽ നടന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഈ വിരുന്നുവാഴിയുടെ മുമ്പിൽ കൊണ്ടുപോയി ഈ പച്ചവെള്ളം കോരിക്കൊണ്ട് കൊടുക്കാൻ ആ മനുഷ്യർ കാണിച്ച ആത്മധൈര്യം ഉണ്ടല്ലോ, തൻ്റെ ഇടമുണ്ടല്ലോ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഫെയ്ത്ത്. ഡു യു ഹാവ് ദാറ്റ് ഫെയ്ത്ത് ഇൻ ദിസ് പാൻഡമിക് പീരിയഡ്? വിശ്വാസികളാണ്. എന്തൊരു വാചകമാണ് നമ്മളൊക്കെ. എന്ത് ഫെയ്ത്താണ് നമുക്കുള്ളത്? ഫെയ്ത്ത് ഈസ് ദി ടോട്ടൽ കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് വിസ്ഡം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ പുറജാതിക്കാരനായ ഒരു പട്ടാള മേധാവിയെ നമ്മൾ കാണുന്നു. ഒരു ശതാധിപൻ, ഒരു സെഞ്ചൂറിയൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ബാല്യക്കാരൻ്റെ ആവശ്യത്തിന് വേണ്ടി തൻ്റെ സ്നേഹിതരായ യഹൂദന്മാരെ യേശുവിൻ്റെ അടുത്ത് അയക്കുകയാണ്. 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഒരു പുറജാതിക്കാരനായ ഒരു പട്ടാള മേധാവി യേശുവിനോട് പറയിപ്പിക്കുന്ന വാചകമാണ്: നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. കൂടെ നടക്കുന്ന മനുഷ്യർക്ക് പോലും ഇത്തരം വിശ്വാസമില്ലല്ലോ എന്ന് വിചാരിച്ച് അത്ഭുതത്തോടെ യേശു തിരിഞ്ഞ് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇതൊരു കോൺഫിഡൻസാണ് ആ മനുഷ്യന് യേശുവിൽ, അവൻ്റെ ജ്ഞാനത്തിൽ, അവൻ്റെ വലിയ കഴിവിലുള്ള എന്തൊരു ഫെയ്ത്താണ്, എന്തൊരു കോൺഫിഡൻസാണ്. ഇന്ന് ദൈവിക പരിജ്ഞാനത്തെക്കാൾ സ്വന്തം ബുദ്ധിക്ക് നമ്മൾ വില കൽപ്പിക്കുന്നു എന്നതാണ് ആധുനിക ലോകത്തിൻ്റെ പ്രശ്നം. കൊരിന്ത്യർക്കെത്തിയ 1-ാം ലേഖനം 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ ലോകം കണ്ടതിൽ വെച്ച് മഹാപണ്ഡിതനായിരുന്ന പൗലോസ് പറയുന്നു: താൻ വല്ലതും അറിയുന്നുവെന്ന് ഒരുത്തന് തോന്നുന്നുവെങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്ന് വരെ ഒന്നും അറിഞ്ഞിട്ടില്ല. റോമാലേഖനം 11-ാം അധ്യായം 33-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്: ഹാ, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. 34-ാം വാക്യത്തിൽ പൗലോസ് തുടരുകയാണ്: കർത്താവിൻ്റെ മനസ്സറിഞ്ഞവൻ ആരാണ്? അവന് മന്ത്രിയായിരുന്നവൻ ആരാണ്? പക്ഷെ ഇന്ന് ഭക്തരെന്ന് അഭിമാനത്തോടെ പറയുന്ന നമ്മുടെയൊക്കെ അഹങ്കാരം കണ്ടാൽ ദൈവം നമ്മുടെയൊക്കെ മന്ത്രിയോ ദാസനോ ആണെന്ന് തോന്നിപ്പോൾ അത്രയ്ക്ക് വലിയ പുള്ളികളാണ് നമ്മൾ. ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനായ ശലോമോൻ പറയുകയാണ്, സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ: ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ഫെയ്ത്ത് ഈസ് ദി ടോട്ടൽ കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് വിസ്ഡം. വിശ്വാസം എന്നത് ദൈവിക ജ്ഞാനത്തിലുള്ള ദൃഢനിശ്ചയമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന COVID-19 എന്ന വലിയ മഹാമാരിയുടെ മുമ്പിൽ, നമ്മുടെ ജീവിതത്തെ ആകെ പിടിച്ചു കുലുക്കിയ ഈ പ്രതിസന്ധിയുടെ മുൻപിൽ, മനുഷ്യബുദ്ധിയുടെ പിന്നാലെ, മനുഷ്യൻ്റെ പരിജ്ഞാനത്തിൻ്റെ പിന്നാലെ പാഞ്ഞു നടക്കുന്ന മനുഷ്യരോട് ഞാനിന്ന് വിളിച്ചു പറയട്ടെ, നീ ഒരു വിശ്വാസിയാണെങ്കിൽ യു ഹാവ് ടു ഹാവ് എ കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് വിസ്ഡം. എൻ്റെ ദൈവം മതിയായവനാണെന്നും എൻ്റെ ദൈവം അറിയാതെ ഈ ഭൂമിയിൽ ഒന്നും നടക്കില്ലെന്നും എൻ്റെ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനപ്പുറത്ത് ഒരു പരിജ്ഞാനവുമില്ലെന്നും എൻ്റെ ദൈവം നടത്തുന്ന വഴികളിലൂടെ ഞാൻ നടന്നാൽ, ഞാൻ നടക്കുന്ന വഴികൾ എനിക്ക് അജ്ഞാതമെങ്കിലും
എൻ്റെ ദൈവം തമ്പുരാൻ എല്ലാം അറിയുന്നു എന്ന് തിരിച്ചറിയുവാനും കഴിയുമെങ്കിൽ, അവനെ പൂർണ്ണമായി ആശ്രയിക്കുമെങ്കിൽ നമ്മളും വിശ്വാസികളുടെ പരമ്പരയിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഫെയ്ത്ത് ഈസ് എ ടോട്ടൽ കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് വിസ്ഡം. ഇതിൻ്റെ ബാക്കി ഭാഗം തുറന്നുള്ള എപ്പിസോഡുകളായി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓർക്കുക, ഫെയ്ത്ത് ഈസ് എ ടോട്ടൽ കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് വിസ്ഡം. ദൈവിക ജ്ഞാനത്തിലുള്ള അചഞ്ചലമായ ഉറപ്പാണ് വിശ്വാസം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. പി തോമസ് അച്ഛൻ.